യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. The famous Malayalam novelist Vaikom Muhammad Bashir was asked once, "What is your thought about Christmas?" And he said, "The only remembrance I have about Christmas is pork and liquor, and I don't enjoy both, so I have no experience about Christmas." Well, for many people, this is Christmas. Christmas is just a time of celebration. But during this celebration, many a time, we forget the actual message of Christmas. Christmas is the time Jesus was born. And when Jesus was born, the angels of God came and published a message. They proclaimed like this: "Do not be afraid, for behold, I bring you good tidings of great joy, which will be to all people. For there is born to you this day in the city of David a Savior, who is Christ the Lord." A Savior is born to you. Jesus Christ is Savior, not just for Christians, for all the people.
And then they sang a song. It says like this: Glory to God in the highest, and on earth peace, goodwill towards men. This year in particular, we live in a time of a pandemic. There is no peace. There is a lot of confusion. There is no lot of hopelessness. But in between all these things, God is offering you peace, tranquility, and harmony. We, the old students of Marathanesius College of Engineering, Kodamangalam, who have a personal experience with Jesus Christ, would like to present this program to you. Keep watching. Hope this will be a blessing for you. God bless you all. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നുള്ള വേദവാക്യമാണ് ഈ നന്മ നിറഞ്ഞ ശിശിര ദിനത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തൻ്റെ മേസ് ജീവിതത്തിൻ്റെ ഓർമ്മകളും പിന്നീടുള്ള ജീവിത അനുഭവങ്ങളും പങ്കുവെക്കുവാനായി നമ്മോടൊപ്പം ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ അടുത്ത അതിഥിയായ ശ്രീമതി സുജാത ബോബനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സിസ്റ്റർ എഴുതിയ എൻ്റെ അമ്മ എവിടെ എന്ന ആത്മകഥ വായിക്കുവാൻ കഴിഞ്ഞ ദിവസം എനിക്കും ദൈവം അവസരം തന്നു. അത് അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം തന്നെ വിളിച്ചതിൻ്റെ കഥയാണ്. ആ കഥ നമ്മോട് നേരിട്ട് പറയുവാനായി സിസ്റ്റർ സുജാത ബോബനെ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദ ലോർഡ്. അത്തനേഷ്യസ് ഫെലോഷിപ്പിൻ്റെ നന്മ നിറഞ്ഞ ശിശിരം എന്ന ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തവരോടും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരോടും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ പേര് സുജാത ബോബൻ. ഞാൻ 81-85 ബാച്ചിൽ സിവിൽ ബ്രാഞ്ചിൽ പഠിച്ചു. എൻ്റെ ഒരു ജീവിത സാക്ഷ്യം ചെറുതായി പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് ജീവനുള്ള ഒരു ദൈവമുണ്ടെന്നും ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ളതൊക്കെയും സൃഷ്ടിച്ച ദൈവം ജീവിക്കുന്നുവെന്നും മനസ്സിലാക്കുവാനിടയായി. എൻ്റെ സ്വദേശം എറണാകുളത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവും മുൻ MP-യും മുൻ LDF കൺവീനറുമായിരുന്ന MM ലോറൻസിൻ്റെ രണ്ടാമത്തെ മകളാണ് ഞാൻ. എൻ്റെ മാതാപിതാക്കൾ കത്തോലിക്ക മതത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. അമ്മയുടെ വീട്ടുകാർ പള്ളിയിലും പ്രാർത്ഥനയ്ക്കുമൊക്കെ പോകുമായിരുന്നു. എന്നാൽ അപ്പച്ചൻ്റെ പിതാവും അപ്പച്ചനുമൊക്കെ യുക്തിവാദവും നിരീശ്വരവാദവും ഒക്കെയാണ് ശരിയെന്നുള്ള ചിന്തകളിലാണ് ജീവിച്ചത്. ദൈവങ്ങളും ജാതികളും മതങ്ങളും ഒക്കെ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതാണെന്നും സമൂഹത്തിന് നന്മയല്ല തിന്മയാണ് വരുത്തുന്നതെന്നുള്ള ചിന്തയിൽ, അതെല്ലാം തെറ്റാണെന്നുള്ള ചിന്തയിലാണ് അവരായിരുന്നത്. എനിക്ക് 3 സഹോദരങ്ങളാണുള്ളത്. ഞങ്ങൾ 4 പേരും ജനിച്ചപ്പോൾ ഞങ്ങളെ ഒരു ജാതിയുടെ മതത്തിൻ്റെയും ചട്ടക്കൂട്ടിൽ വളർത്താതെ വിശാലമായി ചിന്തിക്കണം എന്നുള്ള ആ ഒരു സമൂഹത്തിൽ എല്ലാവരും ഒരുപോലെ കാണണം എന്നുള്ള ചിന്തയിലാണ് ഞങ്ങളെ വളർത്തിയത്. ശിശുമാമോദീസ ഞങ്ങൾക്ക് തന്നിരുന്നില്ല. ഞങ്ങളുടെ പേരുകളൊന്നും ഒരു ജാതിയുടെ മതത്തിൻ്റെ പേരിട്ടില്ല. ഞാൻ 6ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാൻ പഠിച്ചിരുന്നത് കോൺവെൻറ്റ് സ്കൂളിലായതുകൊണ്ട് സിസ്റ്റേഴ്സ് നിർബന്ധിച്ച് ഞങ്ങൾ ജ്ഞാനസ്നാനം എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കി സ്നാനം പെടുവാൻ മാമോദീസ എടുക്കുവാൻ നിർബന്ധിച്ചു. അങ്ങനെ അപ്പച്ചനത് സമ്മതിച്ചു. ഞങ്ങൾ 4 പേരും നിരന്ന് നിന്ന് ഞങ്ങളുടെ തലയിൽ വെള്ളം തെളിച്ച് തന്ന് ജ്ഞാനസ്നാനം തന്നു. എൻ്റെ കുടുംബത്തിൽ അമ്മ ഇടയ്ക്കിടയ്ക്ക് അപ്പച്ചനോട് വഴക്ക് ഉണ്ടാക്കുമായിരുന്നു. അത് എന്നെ അമ്മ പറയുന്ന ദൈവമുണ്ടോ, അപ്പച്ചൻ പറയുന്നതല്ലേ ശരി. കാരണം അപ്പച്ചൻ ദൈവമില്ലെന്ന് പറയുന്നെങ്കിലും വളരെ ശാന്തമായിട്ടും പക്വമായിട്ടും ഒക്കെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. അപ്പോൾ അപ്പച്ചൻ പറയുന്നതാണ് ശരിയെന്നുള്ള ചിന്ത കൊച്ചിലേ മുതൽ എൻ്റെ ഉള്ളിൽ കടന്നു. 9ാം ക്ലാസ് മുതൽ ഞാൻ ബോർഡിംഗ് സ്കൂളിലായിരുന്നു. കാത്തലിക് സ്കൂളായതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകണം, കുർബാന കൈക്കൊള്ളണം. അവിടുത്തെ ചട്ടങ്ങളൊക്കെ ഞാൻ എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്തു പോകുന്നു. അവിടെയുള്ള രൂപങ്ങളെയൊക്കെ തൊട്ടുമുത്തുകയും അതിനോടൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു.
പിന്നീട് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് ചില ബുക്സ് വായിച്ചപ്പം യുക്തിചിന്തകൾ എന്നുള്ളൊരു ബുക്ക് വായിച്ചു. അതിൽ ദൈവത്തിന് പൈസ കൊടുക്കുന്നത് ദൈവത്തിന് കൈക്കൂലി കൊടുക്കുന്നതാണെന്നും ദൈവത്തെ സ്തുതിക്കുന്നത് മുഖസ്തുതി പറയുന്നതാണെന്നും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ചെറുപ്പത്തിലെ മുതൽ കൈക്കൂലി വാങ്ങുന്നത് തെറ്റാണെന്നൊക്കെ കേട്ട് പഠിച്ചിരുന്നതുകൊണ്ട് ഇങ്ങനെ കൈക്കൂലി വാങ്ങുന്ന ഒരു ദൈവം അത് ശരിയല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ ദൈവം ഇല്ലെന്ന് പറയുന്നതാണ് ശരിയെന്നുള്ള തീരുമാനത്തിൽ ഞാനങ്ങ് ഉറച്ചു. പിന്നീട് ഞാൻ പ്രാർത്ഥിക്കാതെയായി. അതിനുശേഷമാണ് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരുന്നത്. അവിടെ പ്രെയർ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. മുൻപത്തെ കോളേജ് പ്രിൻസിപ്പളായിരുന്ന സോളി ജോർജ് എൻ്റെ ക്ലാസ്മേറ്റും റൂംമേറ്റുമാണ്. എൻ്റെ റൂംമേറ്റ്സൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമായിരുന്നു. പക്ഷേ അപ്പച്ചൻ്റെ ചിന്തയിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. അതുമാത്രമല്ല, എനിക്ക് ദൈവത്തെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടി വന്നിട്ടില്ല. എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഒന്നും മുടങ്ങാതെ നടന്നുകൊണ്ടിരുന്നു. ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവത്തെ വിളിക്കുന്നതെന്നുള്ള ആ ഒരു അറിവേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും ഞാൻ ഓർക്കുന്ന ജിയോളജിയുടെ എക്സാം എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഞാൻ തോറ്റുപോകുന്നുള്ള ചിന്തയായി. എനിക്ക് ഭയങ്കര മനപ്രയാസമായി. അപ്പോൾ എൻ്റെ റൂംമേറ്റ്സിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാരമില്ല, തോറ്റുപോയാലും അടുത്ത പ്രാവശ്യം എഴുതാം, പക്ഷേ ദൈവത്തെ വിളിക്കണം, പ്രാർത്ഥിക്കണം, അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എനിക്ക് ഉള്ളിൽ പിന്നെയും കൂടുതലങ്ങ് പ്രയാസമായി. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇവർ പറഞ്ഞു കേട്ടിട്ട് ഞാനെങ്ങാനും ദൈവത്തെ വിളിച്ചിരുന്നെങ്കിൽ എന്തൊരു മണ്ടത്തരമായി പോയേനെന്ന്. അതുപോലെ ചില അനുഭവങ്ങളൊക്കെ എനിക്ക് ദൈവമില്ല എന്നുള്ളതിന് കൂടുതൽ ഉറപ്പാക്കിക്കൊണ്ടിരുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരുന്ന സമയത്ത് തന്നെയാണ് അപ്പച്ചൻ MB ആകുന്നതും. അതുകൊണ്ട് എനിക്ക് വേണ്ട ബുക്സുകളൊക്കെ പുതിയ എഡിഷൻസ് ഡൽഹിയിൽ പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് എല്ലാം വേഗത്തിൽ എനിക്ക് കിട്ടുമായിരുന്നു. എല്ലാ ഭൗതികമായ ആവശ്യങ്ങളെല്ലാം എനിക്ക് നന്നായി നടന്നിരുന്നു. വിദ്യാഭ്യാസ ശേഷം എൻ്റെ വിവാഹം നടന്നു. എൻ്റെ ഹസ്ബൻഡ് AS 7681 ബാച്ച് സിവിൽ ബ്രാഞ്ചിൽ പഠിച്ച് കാത്തലിക് ചർച്ചിൽ വെച്ചാണ് ഞങ്ങൾ വിവാഹം നടന്നത്. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അന്നൊന്നും ഞാൻ ദൈവത്തോടൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. ഞങ്ങൾ വിവാഹശേഷം പീച്ചി ഡാം കാണാൻ പോയി. എൻ്റെ ഹസ്ബൻഡ് അവിടെ നേരത്തെ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് അവിടെ കാണാൻ പോയി. അവിടെ ഒരു അങ്കിളുടെ ആൻറ്റിയുടെയും വീട്ടിലാണ് താമസിച്ചത്. ഞങ്ങൾ കഴിക്കാനിരിക്കുമ്പോഴൊക്കെ അവിടെ യേശു വിളിക്കുന്നു എന്നുള്ള പാട്ടിടും. ഇതെനിക്ക് വലിയ മനപ്രയാസം ഉണ്ടാക്കിയിരുന്നു. ഞാൻ പറയും, യേശു എന്തിനാണ് എന്നെ വിളിക്കുന്നത്, ഞാൻ മര്യാദയ്ക്കൊക്കെ ജീവിച്ചോളാം, എനിക്കിതും ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും പേരിൽ അറിയപ്പെടാൻ ആഗ്രഹമില്ല എന്നൊക്കെ ഞാൻ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ദൈവം 3 ആൺമക്കളെ ദാനമായി നൽകി. പതുക്കെ എനിക്കും ഈ അമ്മയിൽ കണ്ട പോലെ ഒരു അമ്മ അപ്പച്ചനോട് വഴക്കുണ്ടാക്കുന്ന പോലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഇടയ്ക്ക് വഴക്കുണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഒരു ഫാമിലി, ഞങ്ങളുടെ ഫ്രണ്ട്സ് അവർ വിളിച്ച് ഞങ്ങളൊരു പൂജയ്ക്ക് കൊണ്ടുപോയി ഞാൻ ഓർക്കുന്നു. ഇതിന് ശേഷം ഞങ്ങൾ UAE പോന്നു. ഇവിടെ മക്കളെ ഇവിടെ സ്കൂളിലാക്കി. ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയി തുടങ്ങി. അപ്പോഴും ഇടയ്ക്ക് ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ എല്ലാം ഉണ്ട്, പക്ഷേ സമാധാനം ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു. ഞാൻ മുരിങ്ങൂരിൽ ധ്യാനം കൂടാൻ പോയി. പിന്നെ ഇവിടെ ദുബായിൽ കരിസ്മാറ്റിക് പ്രെയറിന് പോയി തുടങ്ങി. മക്കൾ 8ാം ക്ലാസ്സിലായപ്പം ഞങ്ങൾക്ക് അവരെ വേണ്ടവണ്ണം ശ്രദ്ധിക്കാൻ പറ്റാത്ത കാരണം അവരെ ബോർഡിംഗ് സ്കൂളിലാക്കി. ഇവർ ബോർഡിംഗ് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് അലൈനിൽ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാനങ്ങ് വീട്ടിലൊറ്റയ്ക്കായി. വീട്ടിൽ വരുമ്പോൾ മക്കളില്ല. എനിക്കങ്ങ് ഭയങ്കര സങ്കടം. ഞാനങ്ങ് കരച്ചിലുമായി. എനിക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. എനിക്ക് ആകെ ചെയ്യാനുള്ളത് ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രം. വേറെ എനിക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു സങ്കടം ഞാനങ്ങ് കൂടുതൽ പ്രാർത്ഥനയിലും വചനം വായിക്കലും ഒക്കെ ആയിട്ട് എൻ്റെ സമയം ചെലവഴിച്ചു. അങ്ങനെ വചനം വായിച്ചു വന്നപ്പോൾ എനിക്ക് സമാധാനവും സ്വസ്ഥതയൊക്കെ ലഭിച്ചു. ഞങ്ങളപ്പോൾ കാത്തലിക് ചർച്ചിൽ കരിസ്മാറ്റിക് പ്രയറിന് പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. മക്കൾ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചിങ്ങ് പോന്നു. അപ്പോഴത്തേക്കും എനിക്കൊരു മാനസാന്തരവും പശ്ചാത്താപവും അനുതാപവും ഒക്കെ എൻ്റെ ഹൃദയത്തിലുണ്ടായി. വചനം വായിച്ചു വന്നപ്പം പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്നുള്ള ഒരു ബോധ്യം എനിക്ക് കിട്ടി. ആ സമയത്ത് ഇതുപോലെ ക്രിസ്മസിൻ്റെ സമയമാണ്. ഞങ്ങൾ കുർബാനയ്ക്ക് പോയി. കുർബാന കഴിഞ്ഞ് എല്ലാവരും ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അവിടുത്തെ ഇറ്റാലിയൻ അച്ഛനാണ്. അച്ഛൻ
ഉണ്ണീശോയെ ഒരു മരത്തിലുണ്ടാക്കിയ ഉണ്ണീശോയെ ഒരു കുഷ്യനിലേക്ക് കിടത്തി എല്ലാവരെയും കൊണ്ട് മുത്തിക്കുന്നുണ്ട്. ഓരോരുത്തരും വലിയ ക്യൂ ആണ്. ഓരോരുത്തരും വന്ന് മുത്തിപ്പോകുമ്പം അത് തുടച്ച് അടുത്തവരെ മുത്തിക്കും. അപ്പോൾ ഞങ്ങൾ പുറകിൽ നിൽക്കുന്നുണ്ടല്ലോ, എൻ്റെ ഉള്ളത്തിൽ ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ആ ഒരു ബോധ്യം വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളന്ന് മുത്താൻ പോയില്ല. പിന്നീട് പല കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും ശരിയല്ല എന്നുള്ള, അതായത് ഞാൻ എടുത്ത ശിശു മാമോദീസ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെങ്കിലും ആ എടുത്ത മാമോദീസ ശരിയല്ല. യേശുക്രിസ്തു മാതൃകയായിട്ട് സ്നാപയോഹന്നാൻ്റെ കൈക്കീഴിൽ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയാണ് സ്നാനപ്പെട്ടത്. അതാണ് നമുക്ക് തന്നിരിക്കുന്ന മാതൃക. ആ മാതൃക പ്രകാരം സ്നാനപ്പെടണം. അതുപോലെ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് വേണം അത് ചെയ്യാൻ. വിശ്വസിച്ചതിന് ശേഷമേ സ്നാനപ്പെടാൻ പാടുള്ളൂ. ഒരു ശിശുവിനെ ഒന്നും അറിയാത്തൊരു ശിശുവിനെ സ്നാനപ്പെടുത്താൻ പാടില്ല. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നത് തെറ്റാന്നുള്ള ബോധ്യം കിട്ടി. അങ്ങനെ ഞങ്ങൾ അപ്രകാരം വചനം അനുസരിക്കുന്ന ഒരു സഭയിൽ ഞങ്ങൾ അലൈനിൽ വന്ന് ആരാധനയ്ക്ക് കൂടുവാനിടയായി. അങ്ങനെ അവിടെ വന്ന് സ്നാനപ്പെടുവാനും അവിടുത്തെ ആരാധന കൂടി വന്നപ്പം എനിക്ക് ആ ഉണ്ടായിരുന്നത് എൻ്റെ പാരമ്പര്യം എന്ന് വിചാരിച്ചിരുന്നത് അതൊരു രോഗമല്ല, അതൊരു പൈശാചിക ബാധയാണെന്ന് മനസ്സിലാക്കുവാനും അതിൽ നിന്ന് പൂർണ്ണമായൊരു സൗഖ്യം എനിക്ക് കിട്ടുവാനും ഒരു വിടുതൽ. സൗഖ്യം എന്ന് പറയാൻ ഇതൊരു രോഗമല്ല, ഇത് പൈശാചിക ബാധയാണ്. അതിനെ കർത്താവായ യേശുവിന് മാത്രമേ അതിൽ ജയം തന്നിട്ടുള്ളൂ. യേശുക്രിസ്തു വന്നത് പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അങ്ങനെ യേശു എനിക്ക് അതിൽ വിടുതൽ തന്നു. അതുപോലെ ഞങ്ങളുടെ മക്കളും കർത്താവിൻ്റെ ജലത്തിൽ സാക്ഷീകരിച്ചു. ഞങ്ങൾ പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ അനേകം ഉണ്ടായി. പക്ഷേ അതിൽ നിന്നെല്ലാം ദൈവം ഓരോന്നായിട്ട് വിടുവെച്ച് ഞങ്ങളെ സമാധാനത്തോടെ ആക്കിയിരിക്കുന്നു. ഈ ഹൈടെക് ലോകത്തിൽ ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം പലതും നമുക്ക് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ക്യാഷ്ലെസ് സൊസൈറ്റി, കാർഡ് സിസ്റ്റം, ബാർകോഡ് 666 എന്നുള്ള ബാർകോഡ്, ഇതെല്ലാം നേരത്തെ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്തേക്ക് വന്ന യേശു പാപമില്ലാത്തവനായി വന്ന് പാപമില്ലാത്തവനായി ജീവിച്ചു, പാപികൾക്ക് വേണ്ടി മരിച്ചു. ഇനി വീണ്ടും വരുന്നത് പാപികൾക്ക് വേണ്ടിയല്ല, തന്നിൽ വിശ്വസിക്കുന്ന വിശുദ്ധരെ ചേർപ്പാൻ വരുമ്പോൾ എല്ലാവരും കർത്താവിൻ്റെ ആ സ്വർഗരാജ്യത്തിലേക്ക് എടുക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങിയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കൈവിട്ടു പോയാൽ നമ്മൾ നിത്യനരകത്തിൽ നിത്യനാശത്തിലായി പോകും. കർത്താവായ യേശു വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ട്. ഇത് സൗജന്യമാണ്. ഈ സൗജന്യമായ രക്ഷ ആരും നഷ്ടപ്പെടുത്തരുത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ സൗജന്യ രക്ഷ വിശ്വാസത്താൽ പ്രാപിച്ച് സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മൾക്ക് ഓസ്ട്രേലിയയിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് അമേരിക്കയിൽ പോകാൻ പറ്റാത്ത പോലെ, അമേരിക്കയിലേക്ക് ടിക്കറ്റ് എടുത്ത് ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റാത്തതുപോലെ ബൈബിളിൽ വിശ്വസിക്കാതെ ബൈബിൾ പറയുന്ന പ്രകാരം ചെയ്യാതെ ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. നമ്മളുടെ എളിമയും നമ്മളുടെ അനുസരണവും എല്ലാം അതിന് കർത്താവിനെ വിശ്വസിപ്പാൻ നമുക്കിടയാക്കും. ഇത്രയും നല്ല ദൈവത്തെ ഈ ജീവിതത്തിൽ വിശ്വസിപ്പാൻ പറ്റിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഈ അവസരം തന്ന എല്ലാവരോടും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ സാക്ഷ്യം നിർത്തുന്നു. Proceeding right to thy path.
അടുത്തതായി 1987 മെയ്സിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്ത, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാലിക്കറ്റ് RECയിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്ത നമ്മുടെ റോയ് വി പോളിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഞങ്ങളെല്ലാം വളരെ സ്നേഹപൂർവ്വം റോയ് ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. പ്രസൻ്റ്ലി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായി പ്രവർത്തിക്കുന്നു. പഠിച്ചിരുന്ന സമയത്ത് തൻ്റെ സഹപാഠികളോടെല്ലാം ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുകയും വളരെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ഞങ്ങൾക്കെല്ലാം ജോൺ സക്രിയ സാറിൻ്റെ കൂടെ ആൻസ് ഹോസ്റ്റലിൽ വന്ന് ഞങ്ങൾ ബൈബിൾ എങ്ങനെ പഠിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തരികയും ചെയ്ത വളരെ പ്രിയപ്പെട്ട റോയ് ചേട്ടൻ്റെ വാക്കുകൾ നമുക്കിപ്പോൾ കേൾക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളോടൊരുമിച്ചായിരിക്കാൻ തക്കവണ്ണം എന്നെ സഹായിച്ച കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളുമായി ഒരു ശിശിരം കൂടെ വന്നണയുമ്പോൾ ലോകമൊക്കെയും COVID-19 എന്ന മഹാമാരിയുടെ പിടിയിൽ അമർന്ന് ഭാവി എന്തായിത്തീരുമെന്നുള്ള വലിയ ആശങ്കയിലാണ്. ഇങ്ങനെ ലോകമൊക്കെയും പ്രതിസന്ധികളും ആശങ്കകളും നിറയുമ്പോൾ മനുഷ്യൻ തൻ്റെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും ജീവിതത്തിൽ യഥാർത്ഥമായ സ്നേഹവും തേടി ഉഴലുകയാണ്. എന്നാൽ ദൈവത്തെ വിട്ടകന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ശൂന്യതാബോധവും അസ്തിത്വത്തിൻ്റെ ആകുലതകളും മരണത്തിൻ്റെ ഭീതിയും അനുദിനം വർദ്ധിക്കുകയാണ്. ഇവിടെയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ശിശിരത്തിൻ്റെ നന്മയായി സർവ്വജനത്തിനും മഹാസന്തോഷകാരണമായി സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അറിയിച്ച ആ സദ്വാർത്തയുടെ പ്രസക്തി. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ അത് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇവിടെ ദൂതൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഭയപ്പെടേണ്ട എന്നാണ്. ജീവിതത്തിൻ്റെ ഭാരങ്ങളാൽ തളർന്ന് പ്രതിസന്ധികളിൽപ്പെട്ട് നട്ടം തിരിയുന്നതായിട്ടുള്ള മനുഷ്യനോട്, ജീവിതം നിരാശയുടെ നീർച്ചുഴിയിലായി ഇനി എന്ത് ചെയ്യേണ്ടു എന്നറിയാത്ത മനുഷ്യനോട് ദൈവത്തിന് പറയാനുള്ളത് ഭയപ്പെടേണ്ട എന്നാണ്. കാരണം ദൈവം സർവാധികാരിയും സകലത്തിന്മീതെയും അധികാരമുള്ളവനും സകല ലോകത്തിൻ്റെയും സൃഷ്ടിതാവും ആയിട്ടുള്ളവനാണ്. എന്നാൽ ഇന്നത്തെ ലോകത്ത് മനുഷ്യൻ ചോദിക്കുന്നത്, ദൈവമുണ്ടോ? ദൈവമുണ്ടെന്നുള്ളതിന് എന്താണ് തെളിവ്? എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സർവജ്ഞാനിയും സർവശക്തനും കാലാതീതനുമായിട്ടുള്ള ഒരു ദൈവം ഉണ്ട് എങ്കിൽ ആ ദൈവത്തെ പരിമിതമായ അറിവ് മാത്രമുള്ള മനുഷ്യന് തൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയും അന്വേഷണത്തിലൂടെയും പരിപൂർണമായി മനസ്സിലാക്കുവാനോ കണ്ടെത്തുവാനോ കഴിയുന്നതല്ല. അങ്ങനെ കഴിയുമെങ്കിൽ ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കിയ നാം തന്നെയായിരിക്കും ദൈവം. മാത്തമാറ്റിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എ സബ്സെറ്റ് ക്യാൻ നെവർ കണ്ടെയ്ൻ ഇറ്റ്സ് സൂപ്പർസെറ്റ്. The subset that contains its superset is the set itself. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിൽ പറയുന്നത്, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് വെളിവാക്കിയിരിക്കുന്നു, ദൈവം തന്നെ അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. അവൻ്റെ നിത്യശക്തിയും ദൈവത്വവുമാകുന്ന അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ അന്തരാളങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ടുള്ള മനുഷ്യന് ഇവിടെയുള്ള ആകാശഗോളങ്ങളുടെ ചടുലമായ ചലനങ്ങളും അവയ്ക്കിടയിലൂടെ ഹാലിസ് കൊമേറ്റ് പോലുള്ള കൊമേറ്റുകളുടെ സഞ്ചാരപഥങ്ങളും എല്ലാം മനസ്സിലാക്കുമ്പോൾ അവയെ തട്ടി തകരാതെ സൂക്ഷിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ നിത്യശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ്. 19-ാം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു,
ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്ക് കൊടുക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. വാക്കുകളില്ല, ഭാഷണവുമില്ല, അവയുടെ ശബ്ദം കേൾപ്പാനുമില്ല എന്ന് പറയുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ സങ്കീർണതകൾ ദൈവത്തിൻ്റെ അപരിമേയമായ ജ്ഞാനത്തെയും അവൻ്റെ നിത്യശക്തിയെയും വെളിവാക്കുന്നു. അതുപോലെ തന്നെ ജീവജാലങ്ങളുടെ കോശങ്ങളിലെ അതിസങ്കീർണമായിരിക്കുന്ന വ്യവസ്ഥകൾ, മൈക്രോൺ സൈസുള്ളതായിരിക്കുന്ന കോശത്തിൻ്റെ ന്യൂക്ലിയസിനകത്തുള്ള ക്രോമസോമുകളിലെ DNA, നമ്മൾ ജനറ്റിക് കോഡ് എന്ന് പറയുന്ന DNA, അതിൻ്റെ കോംപ്ലക്സിറ്റീസ്, അത് റെപ്ലിക്കേറ്റ് ചെയ്യുവാനുള്ളതായിരിക്കുന്ന വ്യവസ്ഥകൾ, ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ അപരിമേയമായ ജ്ഞാനം മനസ്സിലാക്കുവാനായിട്ട് കഴിയുക. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യൻ്റെ ബുദ്ധിക്കാണ് ദൈവാസ്തിത്വം വെളിപ്പെടുന്നത്. എന്നാൽ ദൈവം നൽകിയ ബുദ്ധി ഉപയോഗിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആഴങ്ങളെ പഠിച്ച മനുഷ്യൻ താൻ നേടിയെടുത്തതായിരിക്കുന്ന അറിവിൻ്റെയും സാങ്കേതികമായിരിക്കുന്ന പുരോഗതിയുടെയും അടിസ്ഥാനത്തിൽ അഹങ്കരിച്ചുകൊണ്ട് ദൈവമില്ല എന്ന് പറഞ്ഞവൻ മുന്നോട്ട് പോയതാണ് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം. ലോകം എത്രമാത്രം വികസിച്ചിട്ടും ലോകത്ത് അനേക കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നത് ലോകത്ത് അവരെ തീറ്റിപ്പോറ്റുവാനുള്ള റിസോഴ്സസ് ഇല്ലാത്തത് കൊണ്ടല്ല. നേരെ മറിച്ച് ലോകത്തെ വൻശക്തികളും അല്ലാത്തവയുമായിട്ടുള്ള രാജ്യങ്ങൾ മറ്റുള്ളവരെ കൊന്നൊടുക്കുവാനായി യുദ്ധസാമഗ്രികൾ സംഭരിക്കുന്നതിനായി ചെലവിടുന്നതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം മതി അവരുടെ പട്ടിണി നീക്കുവാനായിട്ട്. എന്തുകൊണ്ടാണ് നമുക്കത് ചെയ്യുവാൻ സാധിക്കാതിരിക്കുന്നത്? ദൈവത്തെ കൂടാതെയുള്ള സാങ്കേതികമായ പുരോഗതി മനുഷ്യരാശിയെ നന്മയിലേക്കും സമാധാനത്തിലേക്കുമല്ല നയിക്കുന്നത്, പ്രത്യുത സർവനാശത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ഇന്ന് നാം നേടിയിരിക്കുന്ന ആണവ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലോകത്ത് ആകമാനം വേണ്ടുന്നതായിരിക്കുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുമെങ്കിലും ഇന്ന് ലോകം മുഴുവൻ ഭയാശങ്കയിലായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ലോകത്തിന് സർവനാശം സംഭവിക്കുമോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജനിതക സാങ്കേതിക വിദ്യയിലൂടെ നാം നേടിയെടുത്തിരിക്കുന്നതായിട്ടുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സർവ്വലോകത്തിൻ്റെയും പട്ടിണി നീക്കുവാനുള്ള സാധ്യത ശേഷിച്ചിരിക്കുന്നു എങ്കിലും പലപ്പോഴും വളരെ അത്യാഗ്രഹികളായിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ടെർമിനേറ്റർ പോലുള്ളതായിരിക്കുന്ന കിളിർക്കാത്തതായിട്ടുള്ള വിത്തുകൾ പാടശേഖരങ്ങളിൽ വിതയ്ക്കാൻ ആളുകളെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് ഉള്ള മനുഷ്യൻ്റെ ആഹാരം പോലും ഇല്ലാതാക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു. അങ്ങനെ ദൈവം നൽകിയ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നാം നേടുന്നതായിട്ടുള്ള സാങ്കേതിക വൈദഗ്ധ്യം മനുഷ്യന് നന്മയ്ക്ക് പകരം തിന്മയ്ക്കായി ഉപയോഗിക്കപ്പെടുന്നു എന്നൊരു വൈരുദ്ധ്യം കാണുവാനായിട്ട് കഴിയും. ഇതെന്തുകൊണ്ടാണ്? നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും നന്മ ചെയ്യുന്നതിനേക്കാൾ തിന്മ ചെയ്യുവാനുള്ളൊരു വാസന മനുഷ്യ സഹജമായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നാം മനസ്സിലാക്കുന്നു. അതിനെ ബൈബിൾ വിളിക്കുന്നത് പാപം എന്നാണ്. പൗലോസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ റോമാലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നന്മ ചെയ്യുവാനുള്ള ആഗ്രഹം എനിക്കുണ്ട്, എങ്കിലും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുവാൻ കഴിയാതെ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യുന്നു എങ്കിൽ പാപം എന്നിൽ വസിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ദൈവത്തോടു കൂടെ വസിക്കുവാനായിട്ട് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തോട് മറുതലിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയതിൻ്റെ ഫലമായാണ് പാപം ലോകത്തിൽ കടന്നത് എന്ന് ബൈബിൾ പറയുന്നു. അങ്ങനെ ആദാമിൻ്റെ പാപം പാരമ്പര്യമായി സർവ്വജനത്തിലേക്കും പരന്നിരിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാ ആളുകളും പാപികളായി ജനിക്കുന്നു. അതിനെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ പറയാം: തെറ്റും ശരിയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് മനുഷ്യൻ ന്യൂട്രൽ അല്ല തന്നെ. തെറ്റാണെന്ന് അറിഞ്ഞാലും അത് ചെയ്യുവാനുള്ള ഒരു വാസന, തെറ്റിനോടുള്ള ഒരു ചായ്വോട് കൂടിയാണ് മനുഷ്യൻ ജനിക്കുന്നത് തന്നെ. കൊച്ചുകുട്ടികളിൽ പോലും
മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിനും സ്വാർത്ഥത പ്രകടിപ്പിക്കുന്നതിനുമുള്ളതായിരിക്കുന്ന വാസന ആരും പഠിപ്പിച്ചു കൊടുക്കാതെ അവരിൽ വെളിപ്പെടുന്നുണ്ട്. എന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വളരെ പ്രേരണയും അതിനുള്ള മോട്ടിവേഷനും കൊടുത്താൽ മാത്രമേ അത് സംഭവിക്കുന്നുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പാപം എന്ന വാക്കിന് ബൈബിൾ എഴുതിയിരിക്കുന്ന മൂലഭാഷയായിരിക്കുന്ന ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഹാമർട്ടിയ എന്ന് പറയുന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം ലക്ഷ്യം തെറ്റുക, നിലവാരത്തിൽ നിന്ന് താഴെ പോവുക എന്നൊക്കെയുള്ളതാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ നിലവാരത്തിൽ നിന്ന് മനുഷ്യൻ താഴെ പോകുന്ന എല്ലാ മേഖലയിലും അവൻ പാപത്തിലാണ്. അതിനെ സംബന്ധിച്ച് ഉദാഹരണമായി പറഞ്ഞാൽ, ജയിക്കാൻ വേണ്ടുന്ന മാർക്ക് ഒരു പരീക്ഷയ്ക്ക് 40 ആണെങ്കിൽ 39 കിട്ടുന്ന വിദ്യാർത്ഥിയും 0 കിട്ടുന്ന വിദ്യാർത്ഥിയും ഒരുപോലെ പരാജിതരാണ്. പലപ്പോഴും നാം പരസ്പരം താരതമ്യം ചെയ്തുകൊണ്ട് ഞാൻ അവനേക്കാൾ മെച്ചമാണ് അല്ലെങ്കിൽ മറ്റവൻ എന്നേക്കാൾ മെച്ചമാണ് എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ വിചാരങ്ങളെയും അറിയുന്നവനായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ മുൻപാകെ ഒരു മനുഷ്യനും ഞാൻ പാപിയല്ല, ഞാൻ എൻ്റെ ഹൃദയത്തെ നിർമ്മലീകരിച്ച് എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല. കാരണം ദൈവം മനുഷ്യർ കാണുന്നത് പോലെയല്ല കാണുന്നത്. മനുഷ്യർ പുറമേ ഉള്ളത് കാണുന്നു, ദൈവമോ ഹൃദയങ്ങളെ നോക്കുന്നു. അതുകൊണ്ട് ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ആരാഞ്ഞറിയുന്നവനായിട്ടുള്ള ദൈവത്തിൻ്റെ മുൻപാകെ എല്ലാ മനുഷ്യരും പാപികളാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. എന്നാൽ പലപ്പോഴും ആളുകൾ പറയുന്നതായിട്ടുള്ളൊരു കാര്യം, ഞാൻ അത്ര വലിയ പാപിയൊന്നുമല്ല, കഴിയുന്ന സഹായം ആളുകൾക്ക് ചെയ്യുന്നു, ഇനി സഹായമൊന്നും ചെയ്തില്ലെങ്കിലും ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാം, മനുഷ്യനിൽ പാപം വ്യാപരിക്കുന്ന 3 തലങ്ങളുണ്ട്. മനസ്സാ വാചാ കർമ്മണ. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് മറ്റുള്ളവർക്ക് വെളിപ്പെടുമായിരുന്നുവെങ്കിൽ ആളുകൾ നമ്മെ സ്നേഹിക്കുമായിരുന്നില്ല. എന്നാൽ മനുഷ്യർക്ക് നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ദൈവത്തിന് അത് കാണുവാനായിട്ട് കഴിയുന്നു. വിശുദ്ധനായ ദൈവത്തിന് പാപിയായിട്ടുള്ള മനുഷ്യനുമായിട്ട് സഹവസിക്കുവാനായിട്ട് കഴിയുന്നതല്ല. അതുപോലെ ആളുകൾ പറയുന്നതായിട്ടുള്ളൊരു കാര്യമാണ്, തെറ്റും ശരിയും വളരെ ആപേക്ഷികമാണ്. എനിക്ക് എൻ്റെ ശരി, നിനക്ക് നിൻ്റെ ശരി എന്നിങ്ങനെ പറയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സൃഷ്ടിതാവായ ദൈവത്തിനാണ് നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഉള്ള മാർഗനിർദ്ദേശം നൽകുവാനായിട്ട് കഴിയുന്നത്. അത് ദൈവം തൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ ലോകത്തുള്ളതായിരിക്കുന്ന കാര്യങ്ങളിൽ പോലും നാം സ്റ്റാൻഡർഡൈസേഷൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നാം സിസ്റ്റം ഡി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന SI സിസ്റ്റം ഫോളോ ചെയ്യുന്നതിനായിട്ട് എത്രയോ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ സമയത്തിൻ്റെയും ദൂരത്തിൻ്റെയും ഭാരത്തിൻ്റെയും ഒക്കെ അബ്സല്യൂട്ടായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് നാം മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് എത്രയോ കാശാണ് മുടക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം ലോകത്തുള്ള എല്ലാവരെയും സംബന്ധിച്ചും 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കണം. എന്നാൽ ഒരു സമൂഹത്തിൽ നമുക്ക് ആളുകളെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ 80 സെൻറ്റിമീറ്ററുള്ള 1 മീറ്റർ റോഡ് നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് കഴിയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് അബ്സല്യൂട്ടായിട്ടുള്ള സ്റ്റാൻഡേർഡ് മീറ്റർ റോഡുമായിട്ടുള്ള കമ്പാരിസണിൽ വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ കുറവ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇൻസ്പെക്ടറേറ്റ് ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉള്ളത്. കാരണം തൂക്കങ്ങളും അളവുകളും കൃത്യമായി പാലിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ ദൈവം നമുക്കായി നിയമിച്ചിരിക്കുന്ന ജീവിത ചര്യ ദൈവത്തിൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതിൽ നിന്ന് മാറി ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു നാളിൽ ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കുകയും തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കണക്ക് ബോധിപ്പിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബൈബിൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ എബ്രായലേഖനകാരൻ ഇങ്ങനെയാണ് പറയുന്നത്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എന്നാണ് ദൈവവചനമായ ബൈബിൾ പറയുന്നത്.
പാപത്തിൻ്റെ കോൺസിക്വൻസ് മരണം എന്ന് പറയുമ്പോൾ മരണത്തിന് 2 തലങ്ങളുണ്ട്. ഒന്ന്, ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നത് ശാരീരിക മരണം എന്ന് നാം പറയുന്നു. എന്നാൽ ബൈബിൾ അതിനെ നിദ്ര, അത് ഒരു താൽക്കാലികമായ കാര്യമാണ് എന്നാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സർവ്വവല്ലഭത്വത്തോടു കൂടിയ സന്നിധാനത്തിൽ നിന്ന് മനുഷ്യൻ്റെ ആത്മാക്കൾ എന്നേക്കുമായി വേറിട്ട് നിത്യനരകത്തിലേക്ക് പോകുന്നതിനെയാണ് ബൈബിൾ യഥാർത്ഥ മരണം, 2ാം മരണം എന്നെല്ലാം പറയുന്നത്. അത് നിത്യവും ഇറിവേഴ്സിബിളുമാണ്. ദൈവത്തിൽ നകന്നുപോയ മനുഷ്യൻ ജീവിതത്തിൽ യഥാർത്ഥമായ സന്തോഷവും സമാധാനവും ഇല്ലാതെ ഈ ലോകത്തിൻ്റെ താൽക്കാലികവും നശ്വരവുമായിരിക്കുന്ന സന്തോഷങ്ങളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവയൊന്നും അവന് ശാശ്വതമായ സമാധാനമോ യഥാർത്ഥമായ സംതൃപ്തിയോ നൽകുന്നില്ല എന്ന് കാണാവുന്നതാണ്. മദ്യപാനത്തിലും മയക്കുമരുന്നിലും അതുപോലെ ലൈംഗിക അരാജകത്വത്തിലും നമുക്ക് ചുറ്റും എത്രയോ ജീവിതങ്ങളാണ് തകർന്നടിയുന്നത്. അവസാനം നിരാശരായി മരണത്തെ വിലയം പ്രാപിക്കുന്ന മനുഷ്യരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ നിരാശയിലാണ്ടുപോയ മനുഷ്യരോട് ദൈവത്തിന് സഹതാപം തോന്നി. കാരണം ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. പാപത്തെ വെറുക്കുമ്പോൾ തന്നെ പാപിയെ സ്നേഹിക്കുന്നവനായിട്ടുള്ള ദൈവം മനുഷ്യനോട് കരുണ കാണിച്ചു എന്നുള്ളത് കൊണ്ടാണ് ആ ദൂതൻ പറഞ്ഞ സദ്വർത്തമാനത്തിൻ്റെ 2ാമത്തെ ഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. അവിടെ താൻ പറയുന്നത് ക്രിസ്തു എന്ന രക്ഷിതാവ്, ക്രിസ്റ്റോസ് എന്ന് പറഞ്ഞാൽ അഭിഷിക്തനായി ദൈവത്താൽ അയക്കപ്പെട്ടവൻ. ദൈവം മനുഷ്യനായി ലോകത്തേക്ക് അവതാരം ചെയ്തത് നമ്മളോട് സംവദിക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ടാണ്. യേശു എന്ന പേരിൻ്റെ അർത്ഥം മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്നാണ്. അതിനാധാരമായിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. യോഹന്നാന്റെ സുവിശേഷം 1:16 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. എന്നെയും നിന്നെയും സ്നേഹിച്ച, പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ട് ലോകത്തിൽ പ്രത്യാശയില്ലാതെ ദൈവമില്ലാതെ ജീവിക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നമുക്ക് പകരമായി മരിക്കുവാനായിട്ട് അയച്ചു എന്നുള്ളതാണ് ദൈവം മനുഷ്യരോട് അറിയിക്കുന്ന സദ്വർത്തമാനം. അവൻ വന്ന് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരക്കാരനായി നാം മരിക്കേണ്ട സ്ഥാനത്ത് കാൽവറി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി മരിക്കുകയും 3-ാം നാളിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ബൈബിൾ നൽകുന്നതായിട്ടുള്ള സുവിശേഷം. അതിനെ സംബന്ധിച്ച് 2 കൊരിന്ത്യർ 5:21 നാം വായിക്കുന്നത്: പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിനായി ദൈവം പാപമാക്കി എന്നാണ്. കർത്താവായ യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ല. തന്നെ കുറ്റം വിധിക്കുവാനായി സാകൂതം വീക്ഷിക്കുന്നതായിട്ടുള്ള ജനത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് അവനിങ്ങനെ പറഞ്ഞു: നിങ്ങളിൽ ആർ എനിക്ക് പാപബോധം വരുത്തും. എന്നാൽ അവർ അവനെ ക്രൂശിക്കുവാൻ കാരണമായി പറഞ്ഞത് താൻ ദൈവപുത്രനായിരിക്കെ താൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ് ദൈവദൂഷണം പറഞ്ഞു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്. ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്: മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 1-ാമത്തെ ലേഖനം അതിൻ്റെ 2:24 വാക്യത്തിൽ പറയുന്നത്: നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് പാപം ചെയ്തകന്നു പോയതായിട്ടുള്ള മാനവരാശിയെ ദൈവത്തോട് അടുപ്പിക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ജഡത്തിൽ കഷ്ടമനുഭവിച്ചു എന്ന് പത്രോസ് തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു
നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരമായിട്ട് മരിക്കുകയും മരിച്ചവരിൽ നിന്ന് പുനരുത്ഥാനം ചെയ്യുകയും ചെയ്തു. ഈ സത്യം അംഗീകരിച്ചുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു എന്ന് ബൈബിൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു. നാം ഓരോരുത്തരും ഓരോ മാതാപിതാക്കൾക്ക് ഓരോരോ ഭവനങ്ങളിലേക്ക് ജനിച്ചിരിക്കുകയാണ്. എന്നാൽ യേശുവിനെ തങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവഭവനത്തിൻ്റെ അംഗങ്ങളായി, ദൈവത്തിൻ്റെ മക്കളായി ദൈവഭവനത്തിലേക്ക് വീണ്ടും ജനിക്കുകയാണ്. ഇങ്ങനെ വീണ്ടും ജനിക്കാത്ത ആർക്കും ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു നിക്കോദമോസ് എന്ന് പറയുന്ന യഹൂദ ശാസ്ത്രിയോട് പറയുന്നത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വായിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുന്നതായിട്ടുള്ള ആളുകൾക്കാണ് ക്രിസ്തുവിൽ ജീവിക്കുവാനും ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കുവാനും കഴിയുന്നത്. അവരെ ചേർക്കുവാനായിട്ടാണ് കർത്താവ് വീണ്ടും വരുന്നത്. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷയ്ക്കായി നാം ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: എൻ്റെ പാപത്തിനായിട്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ എനിക്ക് പകരക്കാരനായി മരിച്ചു എന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായി സ്വീകരിക്കുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിങ്കൽ മരണത്തിൻ്റെ മരണമാണ് സംഭവിച്ചത്. സകലത്തെയും അന്ന് വരെ അടക്കി വാണിരുന്നതായിട്ടുള്ള മരണം അന്ന് നിഷ്പ്രഭമായി തീരുകയും കർത്താവായ യേശു ക്രിസ്തു മഹത്വവാനായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നമുക്ക് നൽകുന്ന 3 മുന്നറിയിപ്പുകളുണ്ട്. ഒന്നാമത്തേത്, ഈ ലോകത്തോടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല, ഈ ലോക ജീവിതത്തിനപ്പുറം ഒരു നിത്യതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ അത് വെളിവാക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് നിർണയിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത് മരിച്ചവരിൽ നിന്നുള്ള അവൻ്റെ പുനരുത്ഥാനത്താലാണ്. ഈ ലോകത്ത് അനേക ഉപദേഷ്ടാക്കന്മാരും ഗുരുക്കന്മാരും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവരുടെ എല്ലാം കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കല്ലറ മാത്രം ഇന്നും തുറന്നു കിടക്കുന്നു എന്നുള്ളത് കാണിക്കുന്നത് അതാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതിനാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിനായി അപ്പോസ്തലത്വം പ്രാപിച്ചത്. മരിച്ചവരിൽ നിന്നുള്ള തൻ്റെ പുനരുത്ഥാനമാണ് താൻ ദൈവപുത്രനാണ് എന്ന് ശക്തിയുക്തം തെളിയിച്ചതായിട്ടുള്ള കാര്യം. മൂന്നാമതായിട്ട്, ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ളതിൻ്റെ ഉറപ്പ് യേശു ക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം നൽകുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ അകത്ത് ഇങ്ങനെയാണ് പറയുന്നത്: അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ മനുഷ്യരോട് കൽപ്പിക്കുന്നു. അതിൻ്റെ കാരണം എന്തെന്നാൽ, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം അവൻ ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കേണ്ടതിന് ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ സകല മനുഷ്യർക്കും അതിൻ്റെ ഉറപ്പിനെ നൽകിയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കുവാൻ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ഒരു നാളിൽ നിൽക്കേണ്ടി വരും എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യവും അത് സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആധാരശില യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറയുന്നത്, മരിച്ചവരുടെ പുനരുത്ഥാനം ഉണ്ടാകുന്നില്ല എങ്കിൽ യേശു ക്രിസ്തുവും പുനരുത്ഥാനം ചെയ്തിട്ടില്ല. യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളുടെ വിശ്വാസം വ്യർത്ഥം, ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥം എന്നാണ് താൻ പറയുന്നത്. ഈ ആയുസ്സിൽ മാത്രം നാം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ എന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവവേദലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ താൽക്കാലിക നശ്വരമായി ലോകത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, എന്നാൽ അതിനപ്പുറം ഒരു നിത്യതയുടെ പ്രത്യാശയാണ് തനിക്കുള്ളത്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോകുന്നു.
ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എത്രയോ ഭാഗ്യകരമായിരിക്കുന്ന ഒരു പ്രത്യാശയാണ് നമുക്കുള്ളത്. കഷ്ടതയും ദുഃഖവും ഉറവിളിയുമുള്ള ഈ ലോകത്ത് നിന്ന് നമ്മെ ചേർക്കുവാനായിട്ട് കർത്താവ് ഇതാ വരുവാൻ സമയം സമാഗതമായിരിക്കുകയാണ്. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് തൻ്റെ മഹത്വമായിരുന്ന ശരീരത്തോട് അനുരൂപമാക്കി അവൻ നമ്മെ രൂപാന്തരപ്പെടുത്തുകയും നമ്മെ തന്നോടുകൂടെ ചേർക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ദിവസം അടുത്തു വന്നിരിക്കുന്നു എന്ന് ഈ ലോക സംഭവങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതുമാത്രമല്ല, ദിവ്യമായ സമാധാനം തങ്ങളിൽ തന്നെ ഉള്ളവരായിട്ട് അവർ തീരുന്നു. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ഈ ലോകം തരുന്നൊരു സമാധാനമുണ്ട്. അത് നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ, സ്നേഹമുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ, രോഗബാധകളോ സാമ്പത്തിക പരാധീനതകളോ നമ്മെ ബാധിക്കാതിരിക്കുമ്പോൾ നമ്മിൽ വസിക്കുന്നതായിട്ടുള്ളൊരു സമാധാനമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകുന്നതായിട്ടുള്ള സമാധാനം നമ്മുടെ സാഹചര്യങ്ങളിൽ അധിഷ്ഠിതമല്ല. കർത്താവായ യേശു ക്രിസ്തു താൻ സ്നേഹിക്കുകയും താൻ സൗഖ്യമാക്കുകയും താൻ ആഹാരം നൽകുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള മനുഷ്യർ തന്നെ നിന്ദിക്കുകയും പഴിക്കുകയും ദൂഷിക്കുകയും മുഖത്തടിക്കുകയും മുഖത്ത് തുപ്പുകയും കൈകാലുകളെ തുളയ്ക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ നിന്ദിക്കുമ്പോൾ കരുണാർദ്രമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, പിതാവേ ഇവർ ചെയ്യുന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തന്നിൽ വ്യാപരിച്ചിരുന്ന നിത്യനൂതനമായ സമാധാനമാണ് ദൈവം നമുക്ക് വാഗ്ദത്തം നൽകുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും അവയുടെ നടുവിൽ ദിവ്യമായ സമാധാനത്തോടും ദൈവികമായിരിക്കുന്ന ആനന്ദത്തോടും കൂടെ ജീവിക്കുവാനുള്ള സാധ്യത ശേഷിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയാം. അതുമാത്രമല്ല, മരണത്തെ ജയിച്ചുയർന്നെഴുന്നേറ്റവനായിരിക്കുന്ന കർത്താവ് മരണഭീതിയെ നമ്മിൽ നിന്ന് നീക്കുന്നു എന്നുള്ളതാണ് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവേദന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോൾ ഇങ്ങനെയാണ്: ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് ചോദിക്കുവാൻ തക്കവണ്ണം മരണത്തെ വെല്ലുവിളിക്കുവാനായിട്ട് കഴിയുന്നത് ദൈവമക്കൾക്കാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടറിഞ്ഞൊരു സത്യമാണ്. 4 വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ ബാധിതയായി എൻ്റെ ഭാര്യ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുമ്പോൾ അവളുടെ അവസാന നിമിഷങ്ങളിൽ താൻ വളരെ മനോഹരമായിട്ടൊന്ന് ചിരിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാം, പ്രത്യാശയില്ലാത്ത മനുഷ്യർ മരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയചകിതരായി വലിയ ആവലോടുകൂടെ ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്ന ആളുകളെ ഞാൻ ആശുപത്രി കിടക്കുകളിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഭാര്യ മരണത്തിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. ആർക്കെങ്കിലും മരണത്തിൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അത് മരണത്തെ ജയിച്ചവനായിരിക്കുന്ന കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമാണ് സാധിക്കുന്നത്. ഒരുപക്ഷെ തന്നെ ആനയിക്കുവാനായിട്ട് വരുന്ന ഒരു ദൂതനെയോ കർത്താവിനെ തന്നെയോ താൻ ദർശിച്ചിരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. എത്രയോ ഭാഗ്യകരമായിട്ടുള്ള ഒരു അനുഭവമാണ് കർത്താവിൽ ഇങ്ങനെ നിദ്ര പ്രാപിക്കാൻ കഴിയുക എന്നുള്ളത്. ഞാനത് നിങ്ങളോട് പറയുവാൻ കാരണം, 36 വർഷങ്ങൾക്ക് മുമ്പ് കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക്കിന് പഠിക്കുന്ന കാലത്താണ് കർത്താവായ യേശു ക്രിസ്തുവുമായി ഒരു ബന്ധത്തിലേക്ക്, വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വരുവാൻ എനിക്കിടയായി തീർന്നത്. അതെൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ സമൂലമായി മാറ്റിമറിച്ചതായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ, ലോകത്തിൽ ദൈവമില്ലാതെ, എവല്യൂഷനിൽ വിശ്വസിച്ചുകൊണ്ട്, ഈ ലോകത്തിൻ്റെ സൃഷ്ടിതാവായ ഒരു ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ എൻ്റെ ജീവിതത്തിൽ നിരാശ മാത്രം ഫലമായിട്ട് ജീവിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ജീവിതത്തിന് വലിയ വ്യത്യാസമുണ്ടായി. അന്നുവരെ പാപകരമായ ജീവിതം, മദ്യപാനവും മറ്റും സന്തോഷമെന്ന് എണ്ണിയിരുന്ന എൻ്റെ ജീവിതത്തിൽ നിന്ന് ആ കാര്യങ്ങൾ നീങ്ങിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. മനുഷ്യരെ സഹായിക്കുന്നതും മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്നതും ഒരു സന്തോഷമായി എണ്ണുവാൻ എൻ്റെ ജീവിതത്തിൽ ഇടയായി തീർന്നു. ഇന്ന് ഞാൻ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ വിദ്യാർത്ഥികളെ കാണുന്നത് എനിക്ക് ജീവനോപാധിയായിട്ട് ഉള്ള ഒരു ജോലി എന്നുള്ള നിലയിലല്ല, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ എന്നുള്ള നിലയിൽ അവരുടെ സമൂലമായ
വ്യക്തിവികാസത്തിനും അവരുടെ നന്മയ്ക്കും വേണ്ടി അധ്വാനിപ്പാനായിട്ട് അതെന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു. മാത്രമല്ല, എന്നെ അറിയുന്നവനായിട്ടുള്ള ഒരു ദൈവമുണ്ട് എന്നുള്ളതായിരിക്കുന്ന ബോധ്യം ഈ ലോകത്തിൻ്റേതായിരിക്കുന്ന അധികാരസ്ഥരുടെ കണ്ണിൽ പൊടിയിടുവാനായിട്ട് ജീവിക്കുവാനല്ല, നേരെ മറിച്ച് എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നവനായിട്ടുള്ള വലിയവനായിട്ടുള്ള കർത്താവിൻ്റെ മുൻപാകെ ഞാൻ കണക്ക് കൊടുക്കേണ്ടവനാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാൻ അതെന്നെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ 36 വർഷത്തിൻ്റെ ഇടയിൽ ജീവിതത്തിൽ നിരാശയിലാണ്ടുപോയ എത്രയെത്ര ജീവിതങ്ങളാണ് കർത്താവായി യേശു ക്രിസ്തുവിലൂടെ അവർ പുതിയ ഒരു ജീവിതത്തിൻ്റെ പന്ഥാവിലേക്ക് മടങ്ങി വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ നിങ്ങളെ ഉള്ളതുപോലെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളെയും തീർക്കുവാനും നിങ്ങളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാനും അവൻ ആഗ്രഹിക്കുന്നു. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ജീവിതങ്ങളെ ഈ സ്നേഹവാനായിരിക്കുന്ന നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകിയ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട്, അയ്യോ കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ കുറ്റത്തിനായിട്ട് അവിടുന്ന് കൽവറിയിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് മരിക്കുകയും 3-ാം നാളിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തെന്ന് ജീവിക്കുന്നവനായതുകൊണ്ട് അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ എൻ്റെ ജീവിതത്തെ നിയന്ത്രിച്ച് നേരെ നടത്തുവാനായിട്ട് ശ്രമിച്ചു, എന്നാൽ അത് എന്നെക്കൊണ്ട് കഴിയുന്നതല്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് അവിടുന്ന് രക്ഷിതാവായി, എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് ഹൃദയപൂർവ്വം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവൻ നിങ്ങളുടെ ജീവിതത്തെ സമൂലമായി നവീകരിക്കുകയും ദൈവത്തിന് പ്രസാദമുള്ളവരാക്കി തീർക്കുവാൻ തക്കവണ്ണം, അങ്ങനെ തൻ്റെ ദിവ്യമായ സമാധാനത്തിൻ്റെയും നിത്യമായ സന്തോഷത്തിൻ്റെയും ഉടമകളാക്കി നിങ്ങളെ മാറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ചടങ്ങാചാരപരമായിരിക്കുന്ന ആഘോഷങ്ങളിലും ക്രിസ്തുമസിൻ്റെ ചടങ്ങുകളിലുമല്ല, യഥാർത്ഥമായി ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഉരുവാകുന്ന ഒരു ദിവസമായി ഈ ശിശിരകാലം തീരുവാൻ, അങ്ങനെ യഥാർത്ഥമായ ആ ശിശിരത്തിൻ്റെ നന്മ അനുഭവിക്കുവാൻ സർവകൃപാലുവായിട്ടുള്ള ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ആറാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്ന് ആയിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട്. അവൾ ആ വാക്കു കേട്ട് ഭ്രമിച്ചു, ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. യേശുനാഥൻ
സർവശക്തനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ഉണർവോടെ കുന്നൻ ഉൾക്കടഞ്ഞ
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ നന്മ നിറഞ്ഞ ശിശിരദിനം തിരുപ്പിറവിയെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കുന്ന ഒന്നാണ്. ഈ അവസരത്തിൽ നമ്മുടെ അടുത്ത അതിഥിയെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 1988 പോണ്ടിച്ചേരിയിൽ നിന്നും പഠനത്തിനായി കോതമംഗലത്തെത്തിയ ശ്രീ എലൻ സിർലാദൻ 88-92 ബാച്ചിൽ എഞ്ചിനീയറിംഗ് പൂർത്തീകരിച്ച് നല്ല അനുഭവങ്ങളുമായി സ്വദേശത്തേക്ക് മടങ്ങി. അനേകം ദൈവീക അനുഗ്രഹങ്ങൾ പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനു വേണ്ടി നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതിനുവേണ്ടി ശ്രീ എലൻ സിർലാദൻ അവറുകളെ കർത്തൃനാമത്തിൽ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Friends, I'm Ilan Siriladan from Puducherry. I'm from 88-92 batch of electrical from Mace. I really thank God for this wonderful privilege of taking part in this Nanma Niranja Shishiram. It's not just reconnecting the friends on this occasion. I am reminded of this verse in Psalms 145 verse 3 and 4. It says, "Great is the Lord and greatly to be praised, and his greatness is unsearchable. One generation shall praise your works to another, and shall declare your mighty acts." I find it is an opportunity for us to declare the greatness of God, the goodness of God to all. I come from a Hindu family, and I will share my testimony how and with what intention I came into the college campus, and with what and how I went out, and with what intention I went into my masters, and how I came out. I'm going to share my testimony in the audio file for the glory of God. The Lord has been so good to me, just like He has been with all of us. Hi guys, it's indeed a great privilege to share what the Lord has done in my life. I'm sure all of us have our own stories to share, our own experience to share. I just walked into the Mace campus, as a young boy, 17-18 years, and we were the very few guys in the hostel from outside, because I came from the other state, Kota, and in fact from Pondicherry. I chose Kerala, though I had few other states, for one reason, because the girls in Kerala are very pretty and beautiful. So my intention was this, to just come and see and enjoy the life there. That's why I chose Kerala and Mace. But then first year went by. It was kind of loneliness, and second year I had friends. I picked up some Malayalam, and then I had a lot of friends, and I was enjoying for some time. But at one point of time during the second year and at the beginning of the third year, that point of time, kind of an emptiness that gripped in. Though I had a lot of friends, for everything we had friends, and but there was an emptiness and a loneliness was there. I used to go and sit in the cricket ground near the Arts College, Mace Arts College site. I don't know how it is now. That used to be a very big cricket ground, and I used to sit at one corner of it, and I could see, all I see will be only the dense trees, thick trees. I will not see anything, and I will sit quietly there for hours and hours together. Sitting and thinking over what is the purpose of my life, why do I stay here, what should I do, and so on. This went on for several months together. In fact, I went to temple a couple of times to see if that could solve my problems. Though it was very quiet atmosphere, I never got any solution for the solution for the challenges that was going inside. And it went on. At one point of time, my friends, I remember
Vincent, George B. Matthew, these guys, called me for a camp. And as usual, I gave some excuses. I said assignment this and that, but I did not want to go. They had actually they went ahead and slightly pushing me, saying that, it's okay, you can come back and do it. Why don't you try and all that? And with the half-mindedness, I said, okay, I'll come. So I packed off, went to the camp. I remember the first session which I was attending was about the resurrection. Then other sessions really made some sense to me. And that evening in the 2x2 session, the person who was with me, my partner, was asking me if I could receive the Lord and as a personal savior. In fact, I said, yeah, I don't mind. I thought actually I'll be doing a favor to him by accepting. That was my intention. So I received the Lord and Savior Jesus Christ as my personal savior in that camp. I remember it was somewhere in Alua, some place where on the side there was a very nice pura also. And after we came from the camp, my friends gave me a small New Testament, which is that Gideon's New Testament, which used to be the KJV version in those days. So I was reading it. I really will not understand anything. If I read 10 verses, particularly if you guys are coming from the Hindu families, because I come from a Hindu family and I have not read the Bible portions. So I was just going through it, and if I read 10 verses, I would hardly understand 2 verses, that to bits and pieces. So I was reading it and reading it and reading it, so I could see there was a transformation, particularly this Sermon on the Mount. Great change. It was really a big challenge in my life. I'm sure no wonder why this particular portions have been of challenge to thousands and millions in the world over generations. Wonderful portion. So this was a great impact. And then the Lord actually was beginning to change me, I think. I was not able to, my friends started seeing some change in me. And they said, hey, you look different. Because in the classrooms, all the naughty things that we do, they have noticed that it's been reduced from my side. So, and then I could see when the friends noticed some change in me, I also could see there was some change. So it went on for some time. I was really enjoying it. I could see a good change in my academics. I think when we seek the Lord's blessings are manifold. Personal, it could be your personal life. It could be, how He reveals Himself to us and how He transforms us. Beginning with that and your academics and all other needs that He takes care, as the Lord says, seek ye first the kingdom of God, and all that is your need will be taken care by the Lord. And it went on. It was for a short time, maybe for a semester or so, I remember. And then we went to MB hostel for the 8th semester. I don't remember. We hardly been there for about 4-5 months. Only the 8th semester we went there. So my all close friends, they all started saying to me, hey, all of a sudden you became very sannyasi, man. You became a sadhu. And we are going to depart in about 3-4 months. All that. So I felt so, the love of the friends was so strong. And I had actually put all the Bibles and the books under the last layer of my petty, and then on the top of it I kept a lot of stuff. So which means I wouldn't wanted to touch it during my presence in the maze. That was the thing. So went back to the world. I actually thought, literally, that I didn't know the world much. That is why I was really kind of confined to Bible and God and things like that. Please note this. Having experienced the God's work in my personal life, in my academics, I was thinking this. Look at what a deception it was. So, and after that, course was over. I came back from Mace to Pondicherry. After 5 years, these 5 years of gap, during that time I have argued, there are people who try to convey God, about God to me, and I've told them, you show some experience of people who have gone to heaven and hell and things like that. Years I went for my master's to Indian Institute of Science, Bangalore, and there at the end of a first semester, all my personal problems were so cornered me, and I went there. After the first semester end, I had my
too much of a personal problem, and this love matters all was really cornering me. I had to decide what is the solution. Suddenly I just remembered, a kind of a flash thoughts that were coming in. You were in a similar situation. Not exactly love matters, but pressure on the academics, difficult to manage your struggles. I remember my college days, old college days, during my BTech days in Mace, how I was able to overcome. Then I could, beautifully recollect. I was reading Bible. God was with me. I was able to overcome and all that. So I want that kind of a life back. And I know it is not I who thought. When I was looking at my problem, I remember these kind of things that the Spirit of the Lord reminds at the appropriate time to us. He really loves us so much, And I badly wanted to get into some kind of a fellowship. I wanted to get into this kind of, the Christian fellowship and so on. So this year 98 used to be a turning year of my life. I was into the fellowship. I could see an amazing change in my academics, and I could see a great change in my life, personal life. And above all, that was a time. This was when I was 27, 28 at that point of time. So this was more matured, and I was working at that point of time. So this time, my search with the Lord, my experience with the Lord's guidance to me, all were more real. They were not just, kind of feeling or anything. No, it was real experience. And hence, 98 was very remarkable and very turning year of my life. So the Lord has been so gracious to me in every situations. Now is the marriage part. I come from a Hindu family. My parents were telling, okay, we are going to look for a girl. And my father already went and he has promised to somebody that so-and-so is a son. They kind of agreed. Both families agreed that I should get married to somebody. Because my personality in the olden days was, whatever parents says, I'm there. There will not be any no from me. That kind of a image that I had with all my family members. And, when I said I wanted to get married to somebody like me, from a Christian faith who also believes in the Lord. In fact, I told them, there are people like me in the Hindu families. Only girl alone is saved, and things like that. They didn't understand what I'm talking about. They thought I have gone mad, and my father actually started behaving kind of half mad. He went and broke things at home. A lot of problems he made, and then finally he resorted to talk to all my uncles, my maternal uncles, because I was brought up this 10th, 11th and 12th standard in my uncle's home, and I have a good regard for them. So my father put in a word to them. All 5 uncles have gathered there, and they called me for a meeting. Imagine, I'm sitting there for 3 hours. They all were saying the same thing, their sacrifices. At one point of time, in between I thought to share some Bible verses. Then one of my uncle, jumped. I have seen only the frog jumping like that, but I could see one of my uncles was sitting opposite to me, jumped from his place in front of me, and was trying to, beat me. Okay, saying that, oh, you are preaching Bible to us, is it? That was the response. I stopped. I hardly spoke a sentence in that 3 hours. I stopped. Their aim was not, that I should I should continue my faith and then get married to a Hindu girl. They were very clear that I should change myself, I should abandon my faith and then come back. And they said one final warning. They asked me to speak. Actually, they say they wanted me to speak, but they were not willing to hear anything other than one statement. All right, I'll leave the faith, I'll get married to any girl whom you all suggest. This is all they want. Whatever I tried to say, if anything other than what they wanted, they will not let me to speak. Imagine, I was a college lecturer at that point of time. And now I could see, if the girls go through such a similar situation, what a horror they will face in the family. Even as a man, as a lecturer in a college, I was going through this. Each other in these matters.
So it went on. Finally, I was very quiet, did not respond anything. Then thankfully, by grace of God, somebody brought a Christian proposal and I told my parents, God worked in their heart. They all said okay. And it all, changed. So now God has been really giving us opportunities to share gospel to our relatives and our friends. None of our family members have believed so far. We could see here and there this one believer, not much. But one good thing that has happened is we are able to share freely about our faith to any of our family members. To anybody, we are able to share very freely. Whatever they think, it is different. But we look for an opportunity with which we share the love of God very boldly and openly. After all, the Lord has put us in the position to do that, so we do that. God creates a lot of opportunities for us. We really thank God for that. And I just want to conclude by saying, so I really, thank God for this Nanma Niranja Shishiram. I hope that we will be witness, we will use this as an opportunity to bring in some kind of a Nanma in the lives of our friends, our relatives who do not know the Lord. What a joy to, experience this purposeful and a meaningful life that we have. How much more it will be when our colleagues, our friends, and people around us also come to know. Let's do it prayerfully. The Lord will open the doors for us. Thank you. God bless you. ആനന്ദത്തോടു നാം പാടി പുകഴ്ത്തിടാം ആരുടെ ജാതനായി ഹേമന്തരാവിലാബേദ്ലഹേം പുൽക്കൂട്ടിൽ ഒരു ശിശു ജാതനായി ആനന്ദത്തോടു നാം പാടി പുകഴ്ത്തിടാം ആരുടെ ജാതനായി എന്താനന്ദം 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 ഒരു ശിശു ജാതനായി പ്രിയമുള്ള സുഹൃത്തുക്കളെ, നന്മ നിറഞ്ഞ ശിശിരം 2020
പ്രോഗ്രാമിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഈ പ്രോഗ്രാം ഇത്തരത്തിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ വലിയവനായ ദൈവത്തിന് ആദ്യമായി നന്ദി പറയുന്നു. As we were reminded today, that winter was indeed a blessed winter. The day when Jesus was born into this world over 2000 years ago. That was not an accidental event, but rather a carefully planned event by God. The birth of Jesus was prophesied by the prophets of the living God hundreds of years ago. Isaiah the prophet said this about 700 years before the birth of Christ in chapter 7 and verse 14, and I quote, "The Lord himself will give you the sign. Look, the virgin will conceive a child. She will give birth to a son and will call him Emmanuel," which means God is with us. End of quote. This prophecy was fulfilled on that blessed winter. God came down to earth, taking the form of man to dwell with you and me. Jesus came to live a sinless, perfect life. He came to die, he came to heal, and he came to forgive. He tasted death on the cruel cross for the forgiveness of my sins and yours. Apostle John, who was one of the 12 disciples who walked alongside of Jesus, has recorded in the Gospel according to John chapter 1, verses 12 and 13, and I quote, "To all who believed him and accepted him, he gave the right to become the children of God. They are reborn, not with a physical birth resulting from human passion or plan, but a birth that comes from God." End of quote. You and I get the right to become the children of God by putting our faith and trust in Lord Jesus Christ and his finished work on the cross of Calvary. God's love is so amazing and wonderful. Jesus came not to establish another religion, but rather to restore the relationship with human beings and God. I praise God for the lives of our sister Sujata Bobbin and our friend Ellen Charlatan. It was wonderful to listen to Sister Sujata's journey, growing up with an atheistic worldview and meeting Christ personally. Thank you, sister, for sharing your story with us today. Brother Ellen, it was amazing to listen how God led you from Pondicherry all the way to Kodamangalam so that you have a personal encounter with Jesus Christ. God has used some of our dear friends as channels to accomplish his purposes in our lives as they obeyed his voice. Thank you, Ellen, for sharing your story, how Lord Jesus has transformed your life and how you found hope and purpose in your life. Special thanks to Brother Roy V. Paul for taking time out of his busy schedule to walk us through the scripture and reminding us about the mission of Jesus and his plan of salvation for each one of us. A big shout out to all our dear brothers and sisters who came together and worked very hard to put this program together with scripture reading, singing, and introductions. Thank you, Brother Renu Jacob and Biju Jacob, for your tireless efforts in the background to make this program possible. May God continue to bless each one of you and use you for his glory. And last but not the least, I want to thank each one of you who tuned in today. We are so glad to see you here, and we hope that you enjoyed the program and it was a blessing for you. If you have any questions, feedback, or comments about this program, we would like to hear from you. Please take a moment to email us at athanasiusfellowship@gmail.com. If you would like us to pray for you, please email us your prayer request to the same email as well. നിങ്ങൾക്കേവർക്കും ക്രിസ്തു കേന്ദ്രിതമായ ഒരു ക്രിസ്മസും നന്മയും സമാധാനവും നിറഞ്ഞ ഒരു പുതുവർഷവും ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Oh, come, you, come.
വിശ്വാസികളെ ദുഷ്ടമാ